നമസ്കാരം. അങ്ങനെ 131 ഭരണഘടനാ ഭേദഗതി ലോക്സഭയിൽ ഫെയിലായിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം പറയാം, വിമൻസ് റിസർവേഷൻ എന്നല്ല, ഒരു റിസർവേഷൻ ആഹ്, രാജ്യത്ത് വരുന്നതിനെപ്പറ്റി നമുക്ക് പൂർണ്ണമായ വിയോജിപ്പാണുള്ളത്. കാരണം വേറൊന്നുമല്ല, ഇക്വാലിറ്റി ഓഫ് ഫോഴ്സ്ഡ് ഔട്ട്കംസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നല്ല റിസൾട്ട്, അതായത് എന്താ പറയുക, ഒപ്റ്റിമൽ റിസൾട്ട്സ് ഉണ്ടായ ചരിത്രമില്ല. നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ നമ്മുടെ പല ജില്ലകളിലും കാണാം. ഈ റിസർവേഷൻ വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതെങ്ങനെയൊക്കെയാ? നമ്മുടെ എക്സിന്റെ ഭാര്യ വൈക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഫോട്ടോ വെച്ചിട്ട് വലിയ ഫ്ലക്സ് ഒക്കെ വെക്കുന്ന നാട്ടിലാണ് നമ്മളിത് പറയുന്നത്. അപ്പം വ്യക്തമാണ്. അപ്പം അതവിടെ നമുക്കതിലേക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്കംസ് ഒക്കെ നമുക്കിപ്പോൾ ബില്ലിലേക്ക് കിടക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തുടക്കം ഡീലിമിറ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡീലിമിറ്റേഷൻ എന്താണ്? അത് ഇന്നും ഇന്നലെയൊന്നുമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ള കോൺസെപ്റ്റാണ്. അതായത് ഒരു വോട്ടിന്റെ വില രാജ്യത്ത് എപ്പോഴും ഒന്നായിരിക്കണം. സിംഗിൾ എങ്കിലും ആയിരിക്കണം. എങ്ങനെ? ഒരു റെപ്രസെന്റേറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം വലിയ സിംഗിൾ ആയിരിക്കണം. അതില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു മണ്ഡലത്തിൽ 100 പേര്, ഒരു മണ്ഡലത്തിൽ 1000 പേര് ആണെന്ന് വിചാരിക്കുക. അപ്പം 100 പേരുള്ള മണ്ഡലത്തിലെ ഒരു വോട്ടിന്റെ വാല്യൂ 1%, 1000 പേരുള്ള മണ്ഡലത്തിലെ ഒരു വോട്ടിന്റെ വാല്യൂ 0.1% വരിക. അവിടെ തന്നെ ഒരു 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 ഇനീക്വാളിറ്റി വന്നു. ഇനി അതിന്റെ എന്താ പറയുക, ഡെറിവേറ്റീവ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടിന്റെ അല്ലെങ്കിൽ എഫേർട്സിന്റെ അളവ്, അവിടുന്ന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ, ഫോർ എക്സാമ്പിൾ ഒരു ഒരു റെപ്രസെന്റേറ്റീവ് അവിടുന്ന് ജയിച്ച് വരാനുള്ള സാധ്യത, ഇതിലുള്ള ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ, ഇതിലൊക്കെ ഡിസ്പാരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് പല ഡെറിവേറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ മെയിൻ ഫണ്ടമെന്റൽ റീസൺ ഇതാണ്: ഒരു വോട്ടിന് വാല്യൂ അക്രോസ് ദ കൺട്രി ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഓരോ സെൻസസ് കഴിഞ്ഞിട്ടും ആ പോപ്പുലേഷൻ ഡേറ്റ വെച്ച് ഇത് റീഡ്രോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഐഡിയ. ആർട്ടിക്കിൾ 81 ആൻഡ് 82 ആണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അത് പ്രകാരം ആദ്യത്തെ 3 ഡെക്കേഡുകൾ, അതായത് 1951-ലും 61-ലും 71-ലും നടന്ന സെൻസസ് പ്രകാരം നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുണ്ട്. 1970-കളിൽ നമ്മുടെ ഉരുക്ക് വനിത കൊണ്ടുവന്ന പല കാര്യങ്ങൾ, എമർജൻസി ആയാലും അങ്ങനെ പല പല ഭരണ നീക്കങ്ങൾ, നമ്മുടെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 42, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 41, അത് അതിൽ തന്നെയാണ് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് സെക്യുലറിസവും സോഷ്യലിസവും കയറി വന്നത്. അതിൽ ലോക്സഭ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ജുഡീഷ്യറിയുടെ പവേഴ്സ് ഒരുപാട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പല കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അതിൽ കുറച്ചുകൂടെ ന്യായമുണ്ട് എന്ന് പറയാവുന്ന ആർഗ്യുബിൾ ആയിട്ടൊരു സാധനമാണ് ഈ ഡീലിമിറ്റേഷൻ്റെ ഫ്രീസ് എന്ന് പറയുന്നത്. അതായത് അടുത്ത 25 വർഷം, 1976-ലാണ് നടക്കുന്നത്. അടുത്ത 25 വർഷത്തേക്ക്, അതായത് 2001 വരെ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ലോക്സഭാ സീറ്റിന്റെ കൗണ്ട് 543, അതായത് 550 മാക്സിമം കൗണ്ട്, 543 നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ഇനി കൂട്ടുന്നോ കുറയ്ക്കുന്നോ ഇല്ല. അത് 2001 ആയപ്പോഴത്തേക്കും അടൽ ബിഹാരി വാജ്പേയി 84-ാമത്തെ അമെൻമെന്റിൽ കൂടെ വീണ്ടും അടുത്ത 25 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് 2026 വരെ എന്നുള്ള ലിമിറ്റ് ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പോപ്പുലേഷൻ ഡിസ്പാരിറ്റിയുടെ ഭാഗമായിട്ടാണ്. അത് പോപ്പുലേഷൻ കൺട്രോൾ പല സംസ്ഥാനങ്ങളും നല്ലപോലെ നടത്തി, ചിലയിടത്ത് അത് നടന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് 5 എണ്ണം എടുക്കുക. ഇപ്പോഴത്തെയുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഈ 5 സംസ്ഥാനങ്ങളിലും കൂടി ഈ പറഞ്ഞ വർഷങ്ങൾക്കിടയിൽ നടന്ന 71 കഴിഞ്ഞ് നടന്ന പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 11 കോടിക്ക് മുകളിലാണ്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം എടുത്ത് നോക്കിയാൽ ഇതേ 11 കോടിക്ക് മുകളിൽ അവിടെ കൂടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനൊരു വലിയ പോപ്പുലേഷൻ ഡിസ്പാരിറ്റി ഉണ്ട്. ഇതുകൊണ്ട് രണ്ട് വശത്തും പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിന്റെ സൈഡ് പറയുകയാണെങ്കിൽ, സൗതേൺ സ്റ്റേറ്റ്സിന്റെ സൈഡ് പറയുകയാണെങ്കിൽ, നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ നടത്തി. അതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും ഫൈനാൻഷ്യലാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ ഒരു ഡയറക്റ്റീവ് ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആയ സംസ്ഥാനങ്ങളെ സീറ്റിൽ സീറ്റ് കൗണ്ടിൽ കുറവ് വരുമ്പോൾ, നമ്മുടെ റെപ്രസെന്റേഷൻ അവിടെ കുറവ് വരുമ്പോൾ നമ്മളെ അത് പണിഷ് ചെയ്യുകയാണ്. നമ്മൾ നല്ല കാര്യം ചെയ്ത് നമ്മളെ പണിഷ് ചെയ്യുകയാണെന്നാണ് ഇപ്പം നമ്മുടെ വാദം, നമ്മുടെ സൈഡിൽ നിന്നുള്ള വാദം. ഇനി നോർത്തിലേക്ക് നോക്കില്ല, ഹിന്ദി ബെൽറ്റിലുള്ള ഈ പറഞ്ഞ പോപ്പുലേഷൻ കൺട്രോൾ സക്സസ്ഫുൾ ആവാത്ത സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അവർക്ക് ഈ പറഞ്ഞ വോട്ട് കൗണ്ടിന്റെ പ്രശ്നമുണ്ട്. അതായത് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് ഒരു വോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷണലി രണ്ട് ഭാഗത്തും നമുക്ക് ന്യായം പറയാൻ പറ്റും. അവിടെ അത് നിൽക്കുന്നു. ഇനി നമുക്ക് 2026 വരെയുള്ള ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്യുന്നു. ആ ഫ്രീസ് 2026 കഴിഞ്ഞ് നടക്കാമോ, 2027 നടക്കാമോ സെൻസസ്? അതെങ്ങനെയാണ് 2027 എന്ന് പറഞ്ഞാൽ 2021 നടക്കേണ്ട സെൻസസ് കോവിഡും മറ്റു പല കാരണങ്ങളും കൊണ്ട് എക്സ്റ്റെൻഡ് ആയി 2027ലേക്ക് വന്നിരുന്നു. അപ്പോൾ ആ സെൻസസ് വരെയാണ് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്കാണ് നമ്മുടെ വിമൻസ് റിസർവേഷനും
അതുമായിട്ട് ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ മോഡിഫൈ ചെയ്യുന്ന 131 അമെൻഡ്മെൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ കണക്ഷനും തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നോക്കാം. 2023 വന്ന ഏകകണ്ഠേന പാസാക്കിയ 106 അമെൻഡ്മെൻറ്റ് അഥവാ വിമൻസ് റിസർവേഷൻ ബില്ലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബില്ല് എന്താ പറയുക, പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ സെൻസസ് കഴിഞ്ഞുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തും എന്നാണ് ആ ബില്ല്. ആ ബില്ലിൻ്റെ ഒറിജിനൽ വാല്യൂ നമ്മളിവിടെ കാണിക്കാം. അപ്പോൾ ഓൾറെഡി ആ ബില്ലിൽ ഡീലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീലിമിറ്റേഷൻ എങ്ങനെയാണ്, എന്തിനാണ് ഇതിനകത്ത് വന്നതെന്നുള്ള ചോദ്യം അവിടെ ഓൾറെഡി കഴിഞ്ഞു. അവിടെയല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുന്നത്, അവിടെയല്ല തർക്കവും വരുന്നത്. ഡീലിമിറ്റേഷൻ വരണമെന്നുള്ളതിനകത്ത് ഉള്ളതാണ്. അതാണ് പ്രശ്നം വരുന്നത്. ഇനി ബി.ജെ.പിയുടെ സൈഡിൽ നിന്നുള്ള അവരാണല്ലോ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാം. ഇതിപ്പം ഇവിടെ തേജസ്വി സൂര്യയുടെ സ്പീച്ചുകൾ അല്ലെങ്കിൽ ഈ അമിത് ഷായുടെ രണ്ടുപേരുടെ ലോക്സഭയിലുള്ള സ്പീച്ചുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ 543 സീറ്റിൽ ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ ഈ നിയമം വെച്ചാണെങ്കിൽ 27 നടക്കാവുന്ന സെൻസസ് കഴിഞ്ഞിട്ട് 543 എന്നുള്ള ഫ്രോസൺ കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തും. അല്ലെ, സീറ്റ് കൗണ്ട് ഫ്രീസ് ചെയ്തു. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ ഇത് കഴിഞ്ഞ് നടക്കുമല്ലോ. അപ്പോൾ സീറ്റ് കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് നടക്കുന്ന ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് കൗണ്ടുകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. അപ്പം ഈ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനങ്ങളിലേക്ക് കുറേ സീറ്റ്സ് കൂടും. അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ കൺട്രോൾ ചെയ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോകും. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2027 സെൻസസ് വെച്ച് നടത്തിയാൽ ഓൾമോസ്റ്റ് 6 സീറ്റുകളും, ഇനി അതല്ല 2011 കണക്ക് വെച്ച് നടത്തിയാൽ ഓൾമോസ്റ്റ് 5 സീറ്റുകളും വെച്ച് കുറയുകയാണ് ചെയ്യുക. അതൊക്കെ പോകുന്നത് ഈ പറയുന്ന നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് ഈ കൗണ്ട് കൂടും. ഇനി ഇവർ പറയുന്നത് അവരുടെ പുതിയ അമെൻമെൻറ്റിലൂടെ അവർ കൊണ്ടെന്ന് പറഞ്ഞാൽ അത് 850 സീറ്റുകളായിട്ട് നമ്മൾ കൂട്ടുക. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞില്ല, 55 കോടിയിൽ നിന്ന് 140 കോടി വരെ നമ്മുടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് ഈ ഒരു കാലയളവിനിടയ്ക്ക് 1971 ഇവിടം വരെ നോക്കിയാൽ. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ ഒന്ന് എന്താ പറയുക, ബാലൻസ്ഡ് ആവണമെങ്കിൽ സീറ്റ് കൗണ്ട് കൂടണം. അത് കാര്യമാണ്. 850ലേക്ക് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ നീക്കം. 850ലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സീറ്റ് കൗണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുകയുള്ളൂ. ഒരു സംസ്ഥാനത്തിന് നഷ്ടം വരില്ല. അപ്പം ഇത് നടത്താതെയുള്ള വുമൻസ് റിസർവേഷൻ വന്നാലോ, ഈ നേരത്തെ പറഞ്ഞ 6-5 സീറ്റ് വെച്ച് കേരളത്തിന് കുറയും. ഈ ബാക്കിയുള്ള 14 അല്ലെങ്കിൽ 15 സീറ്റ് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് 33% റിസർവേഷൻ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? ഇവിടെയുള്ള പലരുടെയും എന്താ പറയുക, സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടും. പിന്നെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന ക്ലാഷുകൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി 850 ആക്കിയാൽ അങ്ങനെ വരില്ല. കാരണം സീറ്റ് കൗണ്ട് എല്ലായിടത്തും കുറേശ്ശെ വെച്ചെങ്കിലും കൂടും. പക്ഷേ അപ്പോഴും സദേൺ സ്റ്റേറ്റ്സിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ്? ഈ ഡിസ്പാരിറ്റി ഉണ്ടാവും. അതായത് ഇവിടെ 5 സീറ്റ് കൂടുകയാണെങ്കിൽ അവിടെ 50ഉം 60ഉം സീറ്റായിരിക്കും കൂടാൻ പോവുക. അപ്പോഴും നമ്മുടെ റെപ്രസെൻറ്റേഷൻ പെർസെൻറ്റേജ് വൈസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും. ഇതുവരെ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആണ് ഈ ബില്ലിനെ ഒപ്പോസ് ചെയ്യാനുള്ളത്. അപ്പം ഈ കൺസേൺ ഇവിടെ കെ.സി. വേണുഗോപാലായിട്ട് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളിത് ഇങ്ങനെ പറയാതെ പ്രോ റേറ്റ ബേസിലായിരുന്നെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നിരവധി ചോദിച്ചു. അതിന് മറുപടിയായിട്ട് നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഓൺ റെക്കോർഡ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് 1 മണിക്കൂർ താ, ഞാനിത് പ്രോ റേറ്റ ബേസ്, അതായത് ആനുപാതികമായിട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും 50% വെച്ച് കൂടുന്ന രീതിക്ക് ചെയ്യാം. അതായത് 20 സീറ്റുള്ള കേരളത്തിന് 20 + 10 30 സീറ്റ് ആവുന്നു. ഉത്തർപ്രദേശിൽ അങ്ങനെ എത്ര സീറ്റ് ഉണ്ടോ അതിൻ്റെ 50% കൂടെ കൂടി ചേർത്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ 250ലേക്ക് നമുക്ക് എത്തിക്കാം എന്ന് പറയുന്നു. मान्यवर वेणुगोपाल जी ने 2 चीजें करी कि एक तो 50% आरक्षण और 50% सीटें बढ़ाई जाएगी, उसको बिल में शामिल करने के लिए ऑफिशियल अमेंडमेंट लाने के लिए तैयार हो? हाँ जी, मैं तैयार हूं। एक सेकंड, अब नहीं होता भाई, बैठ जाओ, दूसरा भी बताता हूं। मान्यवर 1 घंटा आप सदन स्थगित कर दीजिए। 1 घंटे में मैं मेरा ऑफिशियल अमेंडमेंट मेरे पास में तैयार है, जेरोक्स कराकर सभी सदस्यों को सर्कुलेट कर दूंगा। അപ്പോൾ നമുക്ക് ഈ അനുപാതത്തിലുള്ള വ്യത്യാസത്തിൽ ഉള്ള പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു വാദത്തിന് തന്നെ അത് സാധനമില്ലാതായി. അത് ബില്ലിൽ കൊണ്ടുവന്നില്ല എന്നുള്ള വാദം സത്യമാണ്. ബില്ലിൽ അങ്ങനെ ആയിരുന്നില്ല. 2011 2027 ശരിക്കും ബില്ല് വെച്ച് നോക്കുകയാണെങ്കിൽ 2011 വെച്ച് നടന്നേനെ. അപ്പം ഈ പറഞ്ഞ ഡിസ്പാരിറ്റി ഒക്കെ ഉണ്ടായേനെ. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺ റെക്കോർഡ് പാർലമെൻറ്റിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു വാദത്തിനുള്ള സ്ഥാനമില്ല. കാരണം നിങ്ങൾ പറഞ്ഞ ആനുപാതികമായിട്ട് പ്രോ റേറ്റ ബേസിസിൽ ഇത് കൂട്ടിത്തരാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് അപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ പുള്ളി അത് എഴുതിക്കൊണ്ട് വന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അത് നിങ്ങൾ റെക്കോർഡിൽ പറഞ്ഞ ഒരു കാര്യത്തിനെ നിങ്ങൾ ലംഘിച്ചു എന്ന രീതിക്ക് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റിയാലേ.
ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബിൽ വളരെ കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടൊരു സാധനം പലരും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അതായത് ആഹ്, ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ നടത്തുക. ഒരു കമ്മീഷനെ നമ്മൾ നിയമിക്കും. അതില് ഒരു ആം, ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു ചെയർമാൻ ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിന്റെയും ഒരു റിപ്രസന്റേറ്റീവ് ഉണ്ടാവും. ആരെ കറക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഇവിടെ ഇടാം. ആ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനം ബേസിക്കലി അന്തിമമായിരിക്കും എന്നുള്ളതാണ് അതിനകത്തെ ഒരു കോൺട്രോവേഴ്ഷ്യൽ അടുത്ത ക്ലോസ്. അതെങ്ങനെ കോൺട്രോവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ കോർട്ടിന് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഇവിടെ കൊണ്ടുവന്നതല്ല. 329 എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളിൽ ഓൾറെഡി ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്ന ചേഞ്ചുകൾ കോർട്ടിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കാം. അത് ബിജെപി കൊണ്ടുവന്നതല്ല. ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സാധനമാണ്. അപ്പോൾ അത് ഈ ബില്ലിലായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമൊന്നുമല്ല. അവിടെയും ഇവര് കൊണ്ടുവന്ന ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെയുള്ള അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ബിജെപിക്ക്, അതായത് ഭരണകക്ഷിക്ക് ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് റീഡ്രോ ചെയ്യുമ്പോൾ അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിൽ, അതായത് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന രീതിക്കോ ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക ബാലൻസിനെ കൗണ്ടർ ചെയ്യുന്ന രീതിക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സീറ്റ് കിട്ടാത്ത ഏരിയകളിൽ അവർക്ക് സീറ്റ് കിട്ടുന്ന രീതിയിൽ മണ്ഡലങ്ങളെ വരയ്ക്കാമെന്നൊക്കെയുള്ള അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അത് ഹിസ്റ്റോറിക്കലി ഏത് ഭരണകക്ഷിക്കും കിട്ടിക്കൊണ്ടിരുന്ന ഇതിനു മുമ്പ് 4 തവണ ഡീലിമിറ്റേഷൻ നടന്നപ്പോൾ അതാത് ഭരണകക്ഷികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ അഡ്വാൻറ്റേജ് ഇവർക്കും കിട്ടാനുള്ളൂ. പുതിയതായിട്ടൊന്നുമില്ല. അതും ഭരണഘടനാ വിരുദ്ധമെന്നോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. കാര്യം ഏത് ഭരണകക്ഷിക്കും ഭരണം ഉള്ളത് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ വോട്ട് ചെയ്ത് ജയിച്ച ആ സംഘടനയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ? അതിനകത്തൊരു ലോജിക്കില്ല. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും പൊളിറ്റിക്കൽ വ്യൂസിന് വേണ്ടി മാത്രം നടത്തിയ ഒരു എന്താ പറയുക മൂവ് അല്ലേ എന്നുള്ളതാണ്. ആയിരിക്കാം. സാധ്യത വളരെ കൂടുതലാണ്. സത്യമാണ്. പക്ഷെ അത് കഴിവെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഏതൊരു സംഘടനയും ഏതൊരു പൊളിറ്റിക്കൽ നീക്കവും നടത്തുന്നത് അവർക്ക് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അവരുടെ എന്താ പറയാ ഒരു പ്രകടന പത്രികയിൽ അത് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത് വേറെ. പക്ഷെ എന്തൊരു പൊളിറ്റിക്കൽ മൂവും ആരും നടത്തുന്നത് അത് വെച്ച് വോട്ട് പിടിക്കാനും അത് വെച്ച് സ്റ്റേറ്റ്മെന്റ്സ് നടത്താനുമാണ്. അപ്പം എന്താ പറയുക നരേന്ദ്രമോദി പിറ്റേ ദിവസം തന്നെ പോയിട്ട് അമ്മപെങ്ങന്മാരെ മാപ്പ് തരൂ, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല, നിങ്ങളുടെ ശക്തി കാണിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അത് പൊളിറ്റിക്കൽ മുതലെടുപ്പല്ലേ? ആണ്. എത്ര പേര് ഇത് ബൈ ചെയ്യും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇങ്ങനത്തെ ലൈക്ക് വില കുറഞ്ഞ രാഷ്ട്രീയം എന്നൊക്കെ പറയാവുന്ന സാധനങ്ങൾ ആരാണ് കാണിക്കാത്തത്? ബിജെപി ഇത് കാണിച്ചു. ഇത് ഇനിയും കാണിക്കും. ഓരോ സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ മറ്റേ പഞ്ചാബ് പോയിട്ട് അർത്ഥം കിട്ടും എന്നൊക്കെ പറയുന്ന സാധനം സത്യമാണ്. മറ്റേ തമിഴ്നാട്ടിൽ വന്നപ്പോഴത്തേക്കും ബ്രൗൺ പെയിന്റ് അടിച്ചു. വില കുറഞ്ഞ രാഷ്ട്രീയം. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയം വില കുറഞ്ഞത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ചില പാർട്ടികളുടെ കൊടി ജില്ല മാറുന്തോറും കളർ മാറുന്നത്? ട്രാഫിക് ലൈറ്റ് പോലെ മാറുന്ന കൊടികളുള്ള സംഘടന നമുക്കറിയാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തിന് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് കുറച്ചാളൊന്നുമല്ല. ഇത് വേണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കൂടെ ഇടാം. മറ്റേ കുർത്തയുടെ പോക്കറ്റ് ഇങ്ങനെ കീറി ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പാവപ്പെട്ടവരുടെ കൂടെയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 20 കോടിയുടെ അസറ്റ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഡിക്ലെയർ ചെയ്ത നമ്മുടെ LOP ആണ് അത് കാണിച്ചത്. അപ്പം പൊളിറ്റിക്കൽ മുതലെടുപ്പ് അല്ലെങ്കിൽ വില കുറഞ്ഞ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ബിജെപി ചെയ്തത് ഇതിനല്ലേ എന്ന് ചോദിച്ചാൽ ബിജെപി നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഇതിനൊക്കെ തന്നെയാണ്. അതിനൊക്കെ ആ വില കൊടുത്താൽ മതി. അതായത് സ്ത്രീ ശാക്തീകരണമാണോ ഇതിന്റെ റീസൺ? ഇനി ഇവിടെ ഇപ്പുറത്ത് ഓപ്പോസിഷൻ പാർട്ടി നമ്മുടെ ഇവിടെയാണെങ്കിലും പല നേതാക്കളും പറഞ്ഞു 50% കൊണ്ടുവന്നാലും ഞങ്ങൾ സമ്മതിച്ചേനെ ഇന്ന കാരണമില്ലായിരുന്നെങ്കിൽ എന്ന്. ശരി, അപ്പം ഇതുവരെയുള്ള റിസർവേഷൻ ഇല്ലാത്ത തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്ഥാനാർത്ഥികൾ നിർത്താഞ്ഞത്? ബിജെപിയോടും കൂടി ഇടാം. ബിജെപി ഉൾപ്പെടെ ബിജെപി പറഞ്ഞു ഇതുകൊണ്ട് നമുക്ക് നടപ്പിലാക്കില്ല. അമ്മമാരെ മാപ്പ് തരുമെന്ന് പറയുന്നു. അപ്പൊ ഇത്രയും നാൾ നടത്തിയ ഇലക്ഷനുകളിൽ ഇവർക്ക് സ്ത്രീകളായിട്ടുള്ള പ്രതിനിധികളില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇതുവരെ ജയിച്ച എല്ലാവരും എന്താ പറയുക സ്ത്രീകളായിട്ടുള്ള എല്ലാവരും റിസർവേഷൻ വെച്ചാണ്. നമ്മൾ എന്താ പറയുക നിർമ്മലാ സീതാരാമൻ അല്ലെങ്കിൽ സ്മൃതി ഇറാനി ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവരുടെ ഇനിയിപ്പോൾ ജയിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, ഇനി പിന്നെ LDFിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പണ്ട് ബിസിമോൾ ജയിച്ചത്, മന്ത്രിയായ വീണ ജോർജ് ജയിച്ചത്, ഫൈല ടീച്ചർ ജയിച്ചത്. ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു ടീച്ചറുള്ള എല്ലാവരും അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും റിസർവേഷൻ വെച്ച് വന്നതാ? അല്ല. ഒരു പാർട്ടിക്ക് ഇന്ന റെപ്രസെന്റേഷൻ വേണമെന്ന് വിചാരിച്ചാൽ ആ പാർട്ടി ആ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി. അല്ലാതെ റിസർവേഷൻ സീറ്റിൽ മറ്റേ ഈ സ്ത്രീകളെ നിർത്താൻ പാടില്ല എന്നൊരു നിയമമില്ലല്ലോ. അപ്പം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊന്നുമല്ല. ശാക്തീകരണം നടത്തുകയാണെങ്കിൽ ആ സംഘടനകൾ അവർക്കുള്ളിൽ തീരുമാനിച്ചാൽ മതി. അപ്പം ഇത് ദ ഹോൾ പോയിന്റ് ഓഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ്. ഇന്ന കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേനെന്ന് പറയുന്നതും ഇവര് പറഞ്ഞില്ല ഞങ്ങൾ റിസർവേഷൻ കൊണ്ടുവന്നേനെ അതുകൊണ്ട് അങ്ങ് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടേനെ എന്ന് പറയുന്നത് രണ്ടും വലിയ ലോജിക് ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ്. ഇത് രണ്ടും പൊളിറ്റിക്കൽ
ഇത് തന്നെയാണ്. അതിനകത്ത് ആകെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ബില്ലിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ടോ, ആ വാദങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്നൊക്കെ ഉള്ളതാണ്. അത് അവനവൻ ഈ പറഞ്ഞതും മറ്റ് വീഡിയോസും ഇപ്പം ഞാൻ പറയുന്നത് ഒരു ന്യൂട്രൽ ഫെയറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ചായ ഇവിടെ നോക്കുവാണ്. ഇനി വേറെ ഏതേലും ആഹ് ഈ പറഞ്ഞ സൈഡിൽ നിന്നുള്ള വാദങ്ങൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് മീഡിയയുടെയും മീഡിയ അല്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവനവൻ തന്നെ ബില്ല് വായിച്ചിട്ടും ഒക്കെ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെല്ലാം 2 സൈഡിൽ നിന്നുള്ളത് നറേറ്റീവ്സ് മാത്രമാണ് എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ശരി. ജയ് ഹിന്ദ്.